ഈശോ ഇവിടെ തന്നെ ഉണ്ടെന്ന്. എനിക്കിപ്പോൾ എന്നാ സങ്കടങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒരു ട്രെയിനിന്റെ ബോഗി പോലെ വൺ ആഫ്റ്റർ അനദർ വന്നാലും ഐ ബിലീവ് എൻ്റെ ഈശോ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ ഈശോയോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞു പോകത്തില്ല. ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം എല്ലാ ദിവസവും പുതിയതായതുപോലെ എല്ലാ ദിവസവും ഇനി എന്നെ സംഭവിച്ചാലും, ഞാൻ ചോദിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഈശോയോട് ഞാൻ പിന്നെ അടുത്തിരിക്കും. ഐ വിൽ ലവ് ഹിം. അവസാനത്തെ ശ്വാസം വരെ ഞാൻ ഈശോയെ സ്നേഹിക്കുമെന്ന് ഒരു തീരുമാനം എടുക്കുക. ഈ വിശ്വാസം പോകത്തില്ല തീരുമാനം എടുക്കുക. വാതിൽക്കൽ വന്ന് ഈശോ മുട്ടുന്നുണ്ട്, തുറന്നു കൊടുക്കുക. എൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് തുറന്നു കൊടുക്കുക. ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ ലൈഫ്. വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. നീ ഇങ്ങനെ ഞാൻ വന്ന് കൊട്ടിയിട്ടും നിന്റെ അടുത്ത് സ്നേഹിച്ചിട്ടും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ആ വചനഭാഗമൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ. നിന്റെ വെളിച്ചം പോലും പോകുന്നൊക്കെ പറയാം. നമ്മുടെ ആകെയുള്ള വെളിച്ചം ഈശോയാണ്. ഈ ജീവിതം എന്നൊക്കെ ഇരുട്ട് കൊണ്ട് തന്നാലും ഈ ദീപനാളം ഈശോ എന്ന ഈ വെളിച്ചം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് എടുക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ ആ വെളിച്ചം ഒരിക്കലും പോകരുത്. വെളിച്ചം പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈശോയെ സ്നേഹിക്കണം. എന്തിനാ? ഒറ്റ കാരണം, എല്ലാ ദിവസവും ഈശോ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്.